ആൻഡ് നമ്മൾ പാരഗ്രാഫ്സ് റിസർച്ചിന്റെ പാരഗ്രാഫ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് രണ്ടാമത്തെ പാരഗ്രാഫ് വരുന്നത് A researcher wanted to study the effective stress on reaction time and whether the effective stress is moderated by stimulus complexity, low and high. അപ്പൊ ഈ ഒരു ആദ്യത്തെ സെന്റൻസിൽ തന്നെ റിസർച്ചറിന് എന്തിനെ പറ്റിയാണ് സ്റ്റഡി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. സ്ട്രെസ്സിന്റെ എഫക്റ്റ് എന്തിന്റെ മുകളിൽ, റിയാക്ഷൻ ടൈമിന്റെ മുകളിലുള്ള സ്ട്രെസ്സിന്റെ എഫക്റ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ആരാണ് ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ? റിയാക്ഷൻ ടൈം ആയിരിക്കും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. കാരണം സ്ട്രെസ്സിന്റെ എഫക്റ്റ്, സ്ട്രെസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ ടൈമിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ മെഷർ ചെയ്യുന്നത് റിയാക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ റിയാക്ഷൻ ടൈം ആണ് അവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി എഫക്റ്റീവ് സ്ട്രെസ്, അപ്പൊ സ്ട്രെസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് ആണ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ അവിടെ മറ്റൊരു മോഡറേറ്റഡ് ബൈ സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി. അപ്പൊ ഈ സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി എന്താണ്? രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് IV1 ആണെങ്കിൽ ഇത് IV2 ആയിട്ട് വരും. ആൻഡ് അടുത്തത്, ദ റിസർച്ചർ ഹാഡ് എ ഹൈപ്പോത്തിസിസ് ദാറ്റ് increased stress would adversely affect the reaction speed. അപ്പൊ ഇത് ഡയറക്ഷണൽ ആയിട്ടുള്ളതാണോ അതോ നോൺ ഡയറക്ഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണോ? ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഇവിടെ സ്ട്രെസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ സ്ട്രെസ് വരുന്ന സമയത്ത് റിയാക്ഷൻ സ്പീഡ് കുറയും എന്നുള്ളതാണ് നമുക്ക്, അതായത് നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കും. അതാണ് നമുക്ക് സ്പീഡിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതാണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് പറയുന്നത്. ഇത് ഡയറക്ഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണ്. നമ്മൾ ആദ്യത്തെ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു ഹൈപ്പോത്തിസിസ് നോൺ ഡയറക്ഷനിലാണോ ഡയറക്ഷനിലാണോ എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഡയറക്ഷണൽ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആണ്. ഫ്രം ആൻ ഇനീഷ്യൽ പൂൾ ഓഫ് 160 സബ്ജക്ട്, 4 ഗ്രൂപ്പ് ഓഫ് 40 സബ്ജക്ട്, ഈച്ച് were formed and routine reaction time experiment was performed. അപ്പൊ ഇതില് പാർട്ടിസിപ്പൻസിന്റെ ഡീറ്റെയിൽസിൽ ടോട്ടൽ 160 സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത്. അവരെ നമ്മൾ 4 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിലും 40 വീതമാണ് ഉള്ളത്. ടോട്ടൽ അപ്പൊ 160 ആൾക്കാർ. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ടോട്ടൽ 4 ഗ്രൂപ്പ് വരുന്നുണ്ട്. ഈ 4 ഗ്രൂപ്പിലും 40 40 40 40 അങ്ങനെ ടോട്ടൽ 160 ആൾക്കാരാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണെല്ലാം. എല്ലാ ഗ്രൂപ്പിലും എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ ബിറ്റ്വീൻ ഗ്രൂപ്പ് എന്ന് പറയുക. ബിറ്റ്വീൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സും എന്തായിരിക്കും, ഓരോ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പുകൾ തമ്മിലായിരിക്കും അവിടെ ഒരു കമ്പാരിസൺ വരുന്നത്. ആൻഡ് ഗ്രൂപ്പ് 1 വാസ് ടെസ്റ്റഡ് അണ്ടർ റിലാക്സ്ഡ് കണ്ടീഷൻ ആൻഡ് ലോ സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി. Group 2 was tested under stressful condition and low stimulus complexity. Group 3 was tested under relaxed condition and high stimulus complexity. Group 4 was tested under stressful condition and high stimulus complexity. അപ്പൊ ഈ ഒരു ഈ ടേബിളിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ ഗ്രൂപ്പിലും എന്തൊക്കെയുണ്ട്, ലോ ആയിട്ടുള്ള സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി ലോ ആയിട്ട് വരുന്നുണ്ട്, സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി ഹൈ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് സ്ട്രെസ്സിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് വരുന്നത്. റിലാക്സ്ഡ് ആയിട്ടുള്ള ലോ സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റിയിൽ വരുന്ന ആൾക്കാര് അത് എത്ര പേരുണ്ടാവും? 40 പേര്. ഇങ്ങനെയാണ് ഈ 40 ആൾക്കാർ വരുന്നത്. ഒരു ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര സ്ട്രെസ് കൊടുത്തിട്ട് അവരുടെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റിമുലയും കൊടുക്കും. അങ്ങനെ നമ്മൾ 4 തരത്തിലുള്ള കണ്ടീഷനാണ് ഈ ഒരു ടെസ്റ്റിന്റെ പാർട്ടായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാക്കുക. ഇനി ഈ ഒരു ദ 4 പീരീഡ് വാസ് റാൻഡംലി വേരിയഡ്. 4 പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലൈറ്റ് ആണ് തെളിയിക്കുന്നെങ്കിൽ, റിയാക്ഷൻ ടൈമിന്റെ ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റ് തെളിയിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈം ഇടയ്ക്കിടയ്ക്ക് വേരി ചെയ്യാന്നുള്ളത്. ആദ്യം നമ്മൾ ഒരു ഇച്ചിരി സെക്കൻഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ ഒരു ഡിഫറെന്റ് ടൈം പീരീഡിന് ശേഷമായിരിക്കും കാണിക്കുക. അങ്ങനെ ആ ഒരു ടൈം ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഈ ഒരു 4 പീരീഡ് വാസ് റാൻഡംലി വേരിയഡ് എന്ന് പറയുന്നത്. And the data were analyzed by following suitable ANOVA model. ഒരു ANOVA മോഡൽ ആണ് യൂസ് ചെയ്തതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് ANOVA മോഡലാന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. And among the
various F ratio computed as ms a into b divided by ms error yield an interesting result. ms a into b എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ സം ഓഫ് സ്ക്വയർ, ഇതിന്റെ ഇന്ററാക്ഷൻ എഫക്റ്റിന്റെ മീൻ സം ഓഫ് സ്ക്വയർ ആണ് ms a into b, ആൻഡ് എററിന്റെ മീൻ സം ഓഫ് സ്ക്വയർ ആണ് ms എറർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഇതെന്താണ്, ഇന്ററാക്ഷന്റെ എഫ് സ്കോർ ആണ് ഈ ഒരു ms a into b divided by ms error റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ദ ഡിസൈൻ ഇൻ ദി സ്റ്റഡി വുഡ് ബി ലേബിൾഡ് as, ഈ ഒരു സ്റ്റഡിയിലുള്ള അനോവയെ നമ്മൾ എങ്ങനെയാണ് ലേബിൾ ചെയ്യാന്നുള്ളത്. ഈ ലേബിൾ ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോ പറഞ്ഞതനുസരിച്ചിട്ട് രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വേരിയബിൾ 1 ഉണ്ട്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ 2 ഉണ്ട്. 1 എന്താണ്, സ്ട്രെസ്. 2 എന്ന് പറയുന്നത് സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി. ഇതെന്താണ്, റിലാക്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷനും ഉണ്ട്, അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനും ഉണ്ട്. ഇനി വേരിയബിൾ 2 ആയിട്ട് വരുന്നത്, അവിടെ നമുക്ക് ലോ ആൻഡ് ഹൈ വരുന്നുണ്ട്. ലോ ആയിട്ടുള്ള ഇതും അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി. അപ്പൊ ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇരിക്കുന്നത്. അനോവയുടെ കേസിലോട്ട് വരുമ്പം ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമ്മൾ വിളിക്കുക ഫാക്ടർ എന്നാണ് വിളിക്കുക. ഈ ഓരോ ഫാക്ടറിനും എന്തുണ്ടാകും, ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ടാകും. ഇതെന്താണ്, ഇത് രണ്ടും റെപ്രസെന്റ് ചെയ്യുന്നത് ലെവലാണ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നതും ലെവലാണ്. ഇപ്പൊ നമ്മള് ഒരു മെഡിസിൻ ഉണ്ടെന്ന് നോക്കുക. ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. അതിന്റെ ഒരു 10 മില്ലിഗ്രാമിന്റെ ഡോസ്, അതുപോലെ 20 മില്ലിഗ്രാമിന്റെ ഡോസ്, പിന്നെ 0 ഡ്രഗ് കൊടുക്കാത്ത കണ്ടീഷൻ ആണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ 3 ലെവലും ഒരു ഫാക്ടറും ആണുള്ളത്. ഈ കേസിലോ ഒരു ഫാക്ടറും 2 ലെവലും, ഇതും ഒരു ഫാക്ടറും 2 ലെവലും. അപ്പൊ എന്താണ് ഫാക്ടർ, എന്താണ് ലെവൽ എന്നുള്ളത് വരെ ഇപ്പൊ ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം, അനോവയിലോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ വാല്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിലെ ഈ പൊസിഷൻ കാണിക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ നമ്പർ ആയിരിക്കും. ഇവിടെ 2 പൊസിഷൻ ആണല്ലോ, അതിന്റെ അർത്ഥം നമുക്ക് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെന്നാണ്. അപ്പൊ ഒന്നാമത്തെ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുന്നത് ഫസ്റ്റത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് വേണ്ടിയിട്ട്, രണ്ടാമത്തെ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുന്നത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്. ഇനി മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ് കൂടെ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഈ 2 കേസിലും 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സ് ആണുള്ളത്. ഇനി നമ്മൾ ഈ നമ്പർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നമ്പർ ആണ് ഈ ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ്, ഈ നമ്പേഴ്സ് ആണ് ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ മെഡിസിൻ എത്രയുണ്ട്, 3 ലെവൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് ഈ മെഡിസിൻ കൊടുക്കുന്നത്. ഒരു 40 ഡിഗ്രി സെൽഷ്യസിൽ, അടുത്തത് ഒരു 30 ഡിഗ്രി സെൽഷ്യസിൽ, പിന്നെ ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ. ഇങ്ങനെയാണ് എന്റെ സ്റ്റഡി എങ്കിൽ ഇതിനെ നമ്മൾ 3x3 ഡിസൈൻ എന്ന് പറയും. അതായത് 3 ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതെന്താണ് മെഡിസിൻ. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. ഒന്നാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് 3 ലെവൽ ഉണ്ട്, 10 ഗ്രാം, 20 ഗ്രാം, 0 ഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇനി രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് 3 ലെവൽ ഉണ്ട്, 40 ഡിഗ്രി, 30 ഡിഗ്രി, 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഈ അനോവയുടെ കേസിൽ നമ്മൾ പേര് കൊടുക്കാം. പേര് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഏരിയ നമുക്ക് മനസ്സിലായി. അതിനുശേഷം അടുത്തതാണ് ഈ ഒരു ഫാക്ടോറിയൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഫാക്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടെങ്കിൽ, അതായത് ഒന്നിലധികം ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ അതിനെയാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയാം. ഇവിടുത്തെ കേസിൽ നമുക്ക് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട്. അപ്പൊ അതെന്താണ്, ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഇവിടം വരെ നമ്മൾ ക്ലിയർ ആയി. അതിനുശേഷം അടുത്തത് എന്താണ്, കോവേരിയേറ്റ്. ഇവിടെ ഒരു കോവേരിയേറ്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. കോവേരിയേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയാ, നമ്മൾ വേറെ ഒരു വേരിയബിളിനെയും കൂടെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ള കൺഫൗണ്ടിങ് ആയിട്ടുള്ള തരത്തിലുള്ള മറ്റൊരു വേരിയബിളിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും. സ്ട്രെസ്സും സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി അല്ലാതെ റിയാക്ഷൻ ടൈമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ള മറ്റൊരു വേരിയബിളിനെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെറുതെ പറയാണ്, ഏജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഏജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് അതിനെയും കൂടെ നമ്മുടെ അനാലിസിസിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക അൻകോവ ആയിരിക്കും. അൻകോവ യൂസ് ചെയ്യും, അനാലിസിസ് ഓഫ് കോവേരിയൻസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും എടുത്തു പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കോവേരിയേറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ എന്തില്ല, അവിടെ കോവേരിയേറ്റ് ഇല്ല. ഇവിടെ എടുത്തു പറഞ്ഞത് എന്താണ്, നമ്മൾ യൂസ് ചെയ്തത് അനോവ മോഡലാണ്. അനോവ മോഡൽ എന്ന് പറയുമ്പോൾ അവിടെ കോവേരിയേറ്റ് പ്രസന്റ് അല്ല. ആ പാരഗ്രാഫിൽ എവിടെയും കോവേരിയേറ്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും, 2x2 ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയും. ഇപ്പൊ പറഞ്ഞ പോലെ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണുള്ളത്. സ്ട്രെസ്, റിലാക്സ്ഡും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്, അങ്ങനെ 2 ലെവല്. സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി ലോ ആൻഡ് ഹൈ എന്ന് പറഞ്ഞിട്ട് 2 ലെവല്. ഇപ്പൊ 2x2
അപ്പോൾ ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയാം. അങ്ങനെയാണ് ഇതിന് നമ്മൾ നെയിം ഇട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദ മെയിൻ എഫക്ട് ഓഫ് സ്ട്രെസ്. നേരത്തെ ടി ടെസ്റ്റിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടി ടെസ്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് നമുക്ക് അനോവയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് ഓരോ അനോവ അനുസരിച്ചിട്ടും ഓരോ വേരിയബിളിനും എന്താണ് വേരിയബിളിനല്ല ഓരോ പാർട്ടിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാക്കും. അപ്പൊ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ വൺ വേ അനോവയുടെ കേസിൽ ബിറ്റ്വീൻ ഗ്രൂപ്പിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചോദിക്കുകയാണെങ്കിൽ K-1 കെ റെപ്രസെന്റ് ചെയ്യുന്നത് ലെവൽസിനെയാണ് കെ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് 2 ലെവലാണെന്ന് പറയുമ്പോൾ 2ആണ് കെ റെപ്രസെന്റ് ചെയ്യുന്നത്. വിത്തിൻ ഗ്രൂപ്പിലോട്ട് വരുമ്പോൾ N-K ആണ്. N റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. ഇവിടെ ഇപ്പൊ 160 ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ 160 ആണ് N വരുന്നത്. ആൻഡ് ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് N-1 എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. പിന്നെ 2-way അതിൽ വൺ വേ അനോവ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വൺ വേ അനോവയിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിൽ മൾട്ടിപ്പിൾ ലെവലും ആയിരിക്കും ഉണ്ടാക്കുക. 2-ലധികം ലെവലും ആയിരിക്കും ഉണ്ടാക്കുക. ഇപ്പൊ ഒരു മെഡിസിൻ ഞാൻ 10 ഗ്രാം 20 മില്ലിഗ്രാം 30 മില്ലിഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുവഴി ഡിപ്രഷനിൽ ചേഞ്ച് ഉണ്ടാവോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതെന്റെ വൺ വേ അനോവയാണ്. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളെ ഉണ്ടാവുള്ളൂ. ആ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ടാകും. അപ്പൊ അവിടെ എന്തുണ്ടാകും? 2-ലധികം ഗ്രൂപ്പുകൾ വരും. ഇതിനെയാണ് വൺ വേ അനോവ എന്ന് പറയാം. ഇനി 2-way ഫാക്ടോറിയൽ അനോവ. 2-way അനോവ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാകും? 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകും. ഫാക്ടോറിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഒന്നിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകുന്നതാണ്. 2-way ആകുമ്പോൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ആൻഡ് 3-way ആണെങ്കിൽ 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ആൻഡ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൂടും. ഇവിടേക്ക് എന്തായിരിക്കും? ഡിപെൻഡന്റ് വേരിയബിൾ ആകെ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡിപെൻഡന്റ് വേരിയബിൾ ഒന്നിലധികം വരികയാണെങ്കിൽ അതിനെ നമ്മൾ മനോവ എന്ന് പറയും. ഡിപെൻഡന്റ് വേരിയബിൾ ഒന്നില് അധികം വരികയാണെങ്കിൽ അതിനെ മനോവ എന്നാണ് പറയുക. അനോവ ആവുന്ന സമയത്ത് ഡിപെൻഡന്റ് വേരിയബിൾ ഒന്നേ ഉണ്ടാവുകയുള്ളൂ. അത് ഏത് അനോവ ആയാലും ഡിപെൻഡന്റ് വേരിയബിൾ ഒരെണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ 2-wayയിൽ എന്താണ്? 2 ഇൻഡിപെൻഡന്റ് വേരിയബിളോ ഒരു ഡിപെൻഡന്റ് വേരിയബിളോ ആയിരിക്കും ഉണ്ടാക്കുക 2-way അനോവ. 3-way ആവുന്ന സമയത്ത് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതിന് എന്തുണ്ടാവും? മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ടാക്കും. ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന് മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കുമ്പോൾ A-1 എന്ന് പറയും. ഇവിടെ A റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നാമത്തെ ഫാക്ടറിന്റെ ലെവലാണ്. അപ്പൊ ഒന്നാമത്തെ ഫാക്ടറിന് 3 ലെവലാണ് ഉള്ളതെങ്കിൽ 3-1 എന്നായിരിക്കും. അപ്പൊ ഫാക്ടർ ബിന്റെ ഇൻഡിപെൻഡന്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ B-1. ബി എന്തായിരിക്കും? ഫാക്ടർ ബിന്റെ ലെവൽ ആയിരിക്കും. ഇതിനും ഒരു 4 ലെവൽ ഉണ്ടെങ്കിൽ അത് 4-1 എന്നുള്ളതായിരിക്കും. ഇന്ററാക്ഷൻ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപെൻഡന്റ് വേരിയബിളിലുള്ള ചേഞ്ച് ഒരു വേരിയബിള് മറ്റൊരു വേരിയബിളിന്, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മറ്റൊരു വേരിയബിള് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെതിനെയാണ് ഇന്ററാക്ഷൻ എഫക്ട് എന്ന് പറയാം. ഇന്ററാക്ഷൻ എഫക്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുമ്പോൾ A-1 ഇൻറ്റു B-1 എന്നുള്ളതായിരിക്കും. ഇവിടുത്തെ കേസിൽ നമ്മൾ 2 ഇൻറ്റു 3 എന്ന രീതിയിൽ വരും. ആൻഡ് എററിലോട്ട് വരുമ്പോൾ N-A ഇൻറ്റു B എന്നുള്ളതാണ് എറർ. അപ്പം ഇവിടെ 3ഉം 4ഉം 12. N എന്ന് പറഞ്ഞത് ഇപ്പം ഒരു 100 ആണെങ്കിൽ, ഞാൻ ചുമ്മാ പറയാണ്, ടോട്ടൽ 100 ആൾക്കാരാണെങ്കിൽ A എന്താണ്? 3 ആയിരുന്നു, B 4 ആയിരുന്നു. 3ഉം 4ഉം 12. 3, 4, 12. അങ്ങനെയാണ് എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. ഇനി ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പറിൽ നിന്ന്, ആൾക്കാരുടെ എണ്ണത്തിൽ നിന്ന് 1 കുറച്ചാൽ മതി. 99 ആയിരിക്കും. അങ്ങനെയാണ് 2-way ഫാക്ടോറിയൽ അനോവ. അടുത്തത് റിപ്പീറ്റഡ് മെഷർ അനോവ വരും. റിപ്പീറ്റഡ് മെഷർ എന്ന് പേര് കേട്ടാൽ പേരിൽ തന്നെ എന്തുണ്ട്? റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഒരേ ആൾക്കാരെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അതിനെ റിപ്പീറ്റഡ് മെഷർ അനോവ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വൺ വേ അനോവയുടെ കേസിൽ പറഞ്ഞു ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാകും, അതിന് 3 ലെവൽ ഉണ്ടാകും. അപ്പം നമ്മൾ അഗ്രഷൻ ആണ് മെഷർ ചെയ്യുന്നത്. ഡിപെൻഡന്റ് വേരിയബിൾ അഗ്രഷൻ ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് മെഷർ ചെയ്യുന്നത്. ഒരു 50 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി, ഈ 3 കണ്ടീഷനിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു 10 പാർട്ടിസിപ്പൻസിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ആദ്യം അവർ നമ്മൾ ഈ ഒരു 50 ഡിഗ്രിയിൽ അവരെ കുറച്ചു നേരം കൊണ്ടിട്ടു. എന്നിട്ട് അഗ്രഷൻ മെഷർ ചെയ്ത് നോക്കി. പിന്നെ കുറച്ചു നേരത്തിന് ശേഷം ഇതേ 10 ആൾക്കാരെ ഞാൻ എന്ത് ചെയ്തു? 40 ഡിഗ്രിയിൽ കൊണ്ടിട്ടു. അതിനുശേഷം ഞാൻ അവരുടെ അഗ്രഷൻ മെഷർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതേ 10 ആൾക്കാരെ ഞാൻ അഗെയിൻ 30 ഡിഗ്രിയിൽ കൊണ്ടിട്ടിട്ട്
വീണ്ടും അവരുടെ അഗ്രഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് റിപ്പീറ്റഡ് മെഷർ അനോവ എന്ന് പറയുന്നത്. നമ്മൾ പെയർഡ് ടി ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ രണ്ടിലധികം വരുന്ന സമയത്താണ് റിപ്പീറ്റഡ് മെഷർ അനോവ യൂസ് ചെയ്യാം. അപ്പൊ അവിടെ അതിന്റെ വൺ ഫാക്ടർ വേർഷനിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രീറ്റ്മെന്റ് ആകുമ്പോൾ K-1, K എന്താണ് ലെവൽസ്. ഈ കേസിൽ എത്രയാണ് 3 ലെവലാണ് വരുന്നത്. സബ്ജക്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് N-1, N എത്രയാണ് 10 ആണ് വരുന്നത്. അപ്പൊ 10-1 എന്ന് പറഞ്ഞാൽ 9. എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം K-1 ഇൻറ്റു N-1. K എത്രയായിരുന്നു 3-1 ഇൻറ്റു 10-1. ഇതായിരിക്കും എററിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് Nk-1. Nk എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആ ഒരു ടോട്ടൽ നമുക്ക് എത്ര ആൾക്കാരുണ്ടായിരുന്നു, 10 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എത്ര ലെവലിലൂടെ കടന്നു പോകുന്നു, നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 3 ലെവലിലൂടെ കടന്നുപോയി. അതാണ് 10 ഇൻറ്റു 3 -1. ഇതായിരിക്കും ടോട്ടലിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് അനോവയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇതെല്ലാം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും കൂടുതലായിട്ടും റിസർച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെ അനോവ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പൊതുവേ ചോദിക്കാറുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്നായിരിക്കും. റിസർച്ചിൽ നിന്ന് കൂടുതലായിട്ടും ഒന്നെങ്കിൽ അനോവ റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടി ടെസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട്, ഓർ ഫാക്ടോറിയൽ അനാലിസിസ്, ഫാക്ടർ അനാലിസിസ് ബേസ് ചെയ്തിട്ട്, ഈ 3 ഏരിയയിൽ നിന്നാണ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അനോവ എന്തായിരുന്നു 2x2 ഫാക്ടോറിയൽ ആയിരുന്നു. അതായത് 2-വേ അനോവ ആയിരുന്നു. 2-വേ അനോവയാണ് കറന്റ്ലി നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2-വേ അനോവയുടെ കേസിൽ മെയിൻ എഫക്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-വേ അനോവയിൽ മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ എൻ്റെയും ഫാക്ടർ ബിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെയാണ് നമ്മൾ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് മെയിൻ എഫക്റ്റ് ആണ്? മെയിൻ എഫക്റ്റ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിന് 2 ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ട്രെസ്സിന്റെ കേസിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ളതും റിലാക്സ്ഡ് ആയിട്ടുള്ളതും. അപ്പം 2-1 = 1. അതായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് കിട്ടുക. ഇനി സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി എടുക്കുകയാണെങ്കിൽ അതും ഹൈയും ലോയും 2 ലെവലാണ് വരുന്നത്. അപ്പോഴും 2-1. ഇവിടെ സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി എന്നാണ് ചോദിച്ചതെങ്കിൽ അവിടെ നമുക്ക് എന്താ കിട്ടുക? 2-1 = 1 എന്ന് തന്നെയായിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടുക. ഇനി ഞാൻ ഹൈയും ലോവും അതിന്റെ കൂടെ ഒരു മീഡിയം ഡിഫിക്കൽട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? 3 ആയിട്ടുണ്ടാകും K. അപ്പൊ K-1 എന്ന് പറയുമ്പോൾ 3-1 = 2 എന്നായിരിക്കും മാറിയിട്ടുണ്ടാവുക. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഓരോ കോണ്ടെക്സ്റ്റ് മാറ്റിയിട്ട് ഹൈപ്പോത്തറ്റിക്കലി പറഞ്ഞതാണ്. അടുത്തതിനിപ്പോ നമ്മൾ ഇതിന്റെ ഇന്ററാക്ഷൻ എഫക്റ്റിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇന്ററാക്ഷൻ എഫക്റ്റ് ആയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഒന്നാമത്തത് ഇന്ററാക്ഷൻ എഫക്റ്റ് വരുന്ന സമയത്ത് A-1 ഇൻറ്റു അതുപോലെ B-1 എന്ന രീതിയിലായിരിക്കും വരിക. അപ്പൊ സ്ട്രെസ്സിൻ്റെത് 2-1, അടുത്തത് സ്റ്റിമുലസ് കോംപ്ലക്സിറ്റിയുടേത് 2-1. അപ്പം 1 × 1 അതും 1 തന്നെയായിരിക്കും വരിക. അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് ദ സിഗ്നിഫിക്കന്റ് എഫ് റേഷ്യോ കമ്പ്യൂട്ടഡ് as MS(A)(B) / MS എറർ. ഇതെന്തായിരുന്നു? ഇന്ററാക്ഷൻ എഫക്റ്റിന്റെ ആണ്. ഇൻഡിക്കേറ്റ് ദാറ്റ് ഒരു എഫ് റേഷ്യോ MS(A)(B) / MS എററിന്റെ എഫ് റേഷ്യോ സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇന്ററാക്ഷൻ എഫക്റ്റ് സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളതാണ്. അപ്പൊ എന്തല്ല, മെയിൻ എഫക്റ്റ് സിഗ്നിഫിക്കന്റ് ആണെന്നല്ല. ഇനി സ്ട്രെസ്സിന്റെ മെയിൻ എഫക്റ്റ് ആണ് സിഗ്നിഫിക്കന്റ് എങ്കിൽ അവിടെ വരിക MSA / MS എറർ. ഈ എഫ് സ്കോർ സിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? മെയിൻ എഫക്റ്റ് ഓഫ് സ്ട്രെസ് സിഗ്നിഫിക്കന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി MSB / MS എറർ ആണ് സിഗ്നിഫിക്കന്റ് എങ്കിൽ അതെന്താണ്? സ്റ്റിമുലസ് കോംപ്ലക്സിറ്റിയുടെ മെയിൻ എഫക്റ്റ് സിഗ്നിഫിക്കന്റ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ MS(A)(B) / MS എറർ ആയതുകൊണ്ട് തന്നെ ഇന്ററാക്ഷൻ എഫക്റ്റ് ആണ് വരുന്നത്. ഇതെന്തുമല്ല, സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി അല്ല സിഗ്നിഫിക്കന്റ്. ഇതാണെങ്കിൽ MSA / MS എറർ ആയിരിക്കും വരിക. ഇതാണെങ്കിൽ MSB / MS എറർ ആയിരിക്കും വരിക. ഇനി അടുത്തത് ദ എഫക്റ്റ് ഓഫ് സ്ട്രെസ് ഈസ് മോഡറേറ്റഡ് ബൈ സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി. ഇതിനെയാണ് ഇന്ററാക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു വേരിയബിളിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സ്ട്രെസ്സിന്റെ എഫക്റ്റ് മറ്റേ വേരിയബിളിനെ, സ്റ്റിമുലസ് കോംപ്ലക്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇന്ററാക്ഷൻ എഫക്റ്റ് എന്ന് പറയാം. അപ്പം ഡി വെറുതെ പറയാം, സി ആണ് എന്തായാലും ആൻസർ. ഡി എവറി ഗ്രൂപ്പ് ഡിഫർ ഫ്രം റിമൈനിങ് ഗ്രൂപ്പ് സിഗ്നിഫിക്കന്റ്ലി. അതല്ല, സി തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പം ഇന്ററാക്ഷൻ എഫക്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് ദ എഫക്റ്റ് ഓഫ് വൺ വേരിയബിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ ഓഫ് അതർ വേരിയബിൾ. ഇത് നമ്മള് സ്ട്രെസ് ഒരു പേഴ്സന്റെ റിയാക്ഷൻ
റിയാക്ഷൻ ടൈമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവോ ചെയ്യില്ലേ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സ്റ്റിമുലസിന്റെ കോംപ്ലക്സിറ്റി ലെവൽ അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പം ലോ കോംപ്ലക്സിറ്റി ഉള്ള സമയത്ത് സ്ട്രെസ്സിന് ആ ഒരു റിയാക്ഷൻ ടൈമിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. പക്ഷെ ഹൈ കോംപ്ലക്സിറ്റി ആവുന്ന സമയത്ത് ചിലപ്പോൾ സ്ട്രെസ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. അങ്ങനെ ആയിരിക്കും. അതിനാണ് ഇന്ററാക്ഷൻ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഫോൾസ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്? ഈ എക്സ്പെരിമെന്റിൽ ഫോൾസ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വിട്ടുപോരുത്. ഫോൾസ് ആണോ അതോ കറക്റ്റ് ആയിട്ടുള്ളതാണോ എന്താ ചോദിച്ചതെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പം ഫസ്റ്റത്തത്, സ്ട്രെസ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഫോൾസ് ആണ്. ആൻഡ് സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി ഈസ് എ കോവേരിയേറ്റ്. കോവേരിയേറ്റ് അല്ല. സ്റ്റിമുലസ് കോംപ്ലക്സിറ്റി എന്താണ്? മറ്റൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ 2 ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ആൻഡ് 4 പീരിയഡ് ഡ്യൂറേഷൻ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല. അതെന്തിനാണ്? കൺഫൗണ്ടിങ് വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയർ പോലെ നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? എപ്പോഴും നമ്മൾ ഒരേ സമയം കഴിഞ്ഞിട്ടാണ് ആ ഒരു റിയാക്ഷൻ ടൈമിന് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് പ്രാക്ടീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 4 പീരീഡ് ഡ്യൂറേഷനെ വേരി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ആൻസറിൽ ഉണ്ടാകും. ആൻഡ് റിയാക്ഷൻ ടൈം ഈസ് ഡിപെൻഡന്റ് വേരിയബിൾ. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആൻസർ 2 and 3 ആയിരിക്കും ആൻസർ വരുന്നത്, ഡി. അപ്പം ഇവിടെ എന്താണ്? കോവേരിയേറ്റ് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന ഒരു വേരിയബിളിനെ നമ്മൾ എടുത്തു എന്നിട്ട് അൻകോവയാണ് യൂസ് ചെയ്തത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് കോവേരിയേറ്റ് ആയിരിക്കും. പിന്നെ 4 പീരീഡ് നമ്മൾ റാൻഡംലി വേരി ചെയ്തത് ആ ഒരു ആന്റിസിപ്പേഷൻ എഫക്റ്റ്, ഇപ്പൊ വരും എന്നുള്ള ആ ഒരു ആന്റിസിപ്പേഷൻ എഫക്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അസംഷൻസ് which should be satisfied while carrying out ANOVA in this study? ANOVയുടെ അസംഷൻസിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഹെട്രോജിനിറ്റി ഓഫ് വേരിയൻസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസ് എന്തായിരിക്കണം? ഓരോ ഗ്രൂപ്പിലുള്ള വേരിയൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. ഹോമോസെഡസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പൊ നമ്മുടെ കയ്യിൽ 4 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റഡിയില്. 40 ആൾക്കാരുള്ള. അപ്പൊ ഈ ഓരോ ഗ്രൂപ്പിന്റെയും വേരിയൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കണം? ആ വേരിയൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. അതിനെയാണ് ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് എന്ന് പറയുക. അതാണ് അനോവയുടെ അസംഷൻ ആയിട്ട് വരുന്നത്. ഒരിക്കലും എന്തല്ല? ഹെട്രോജിനിറ്റി ഓഫ് വേരിയൻസ് അല്ല. രണ്ടാമത്തത്, ഇൻഡിപെൻഡൻസ് ഓഫ് സ്കോർ വിത്തിൻ ഈച്ച് സെൽ. അതെന്താണ്? ഇവിടെ നമുക്ക് അനോവ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അസംഷൻ ആണ്. ഇതിലുള്ള ഈ 40 ആൾക്കാരുടെ സ്കോർ അടുത്ത 40 ആൾക്കാരുടെ, ഈ ഒരു മെമ്പറിന്റെ സ്കോർ എന്ത് ചെയ്യരുത്? മറ്റ് മെമ്പേഴ്സിന്റെ സ്കോറുമായിട്ടൊന്നും റിലേറ്റഡ് ആകാനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ പാടില്ല. അപ്പൊ ഓരോ സ്കോറും ഓരോ സെല്ലിന്റെ അകത്ത് ഈ 40 ആൾക്കാരും, ഈ ആദ്യത്തെ സെല്ലിന്റെ അകത്ത് ഇപ്പൊ 40 ആൾക്കാരുണ്ടെങ്കിൽ ഈ 40 ആൾക്കാരിൽ ഒന്നാമത്തെ ആളുടെ സ്കോറും രണ്ടാമത്തെ ആളുടെ സ്കോറും, അങ്ങനെ ആ 40 ആളുടെ സ്കോറും എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് എന്നുള്ള രീതിയിൽ പല വാല്യൂ കിട്ടുന്നതല്ല. ഇവര് തമ്മിൽ എന്ത് ചെയ്യരുത്? ഒരു വാല്യൂ മറ്റൊരു വാല്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് വേണം? ഇതൊരു അസംഷൻ ആണ്. ഇതല്ല, പകരം ഹോമോജിനിറ്റി ഓഫ് വേരിയൻസ് ആണ് വേണ്ടിയിരുന്നത്. ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസിഡ്യൂവൽ ഫ്രം ദ മോഡൽ. ഇതെന്ത് വേണം? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു അസംഷൻ ആണ്. നാലാമത്തത്, ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിസസ്. ഈ ഹോമോജിനിറ്റി ഓഫ് കോവേരിയൻസ് മെട്രിസസ് ഒക്കെ വരുന്നത് എവിടെയാണ്? മനോവയുടെ കേസിലൊക്കെയാണ് വരിക. ഇവിടെ എന്ത് വരില്ല? അനോവയുടെ കേസിലൊന്നും വരില്ല. അതുകൊണ്ട് 2 and 3 ആയിരിക്കും ആൻസർ. ബി ആയിരിക്കും ആൻസർ വരിക.